നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വന്ന് വന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അയൽക്കാർക്കൊക്കെ സംസാരിക്കാനുള്ളതേ അവളെ പറ്റിയാ. ഇവളീ കുടുംബത്തിന്റെ മാനം കുട്ടിച്ചോറാക്കും. ആരുടെ കാര്യമാടി നീ പറയുന്നേ? വേറെ ആരാ? മഞ്ജുന്റെ കാര്യം തന്നെ. ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? നിന്റെ ചേച്ചിയല്ല, ചേച്ചിയുടെ കാമുകനാ ചെയ്തത്. കാമുകനോ? ആ ഗിരി. അമ്മായി വെറുതെ അനാവശ്യം പറയരുത്. എടി ശോഭേ, അവര് തമ്മിൽ ഒന്നുമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ? നാട്ടുകാര് പറയുന്ന പോട്ടെ, നമ്മള് കുടുംബക്കാരെങ്കിലും അവളെ പറ്റി മോശം പറയരുത്. ഞാനേ ഉള്ളതേ പറഞ്ഞോളൂ. അതിപ്പോ മോശമാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. ചേച്ചിക്ക് ഗിരിയേട്ടനെ കണ്ണെടുത്താ കണ്ടൂടാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണോ അവൾക്ക് വേണ്ടി അവനൊരു പോലീസുകാരനെ തല്ലിയത്? ആ ഫ്രാൻസിസിനെ ഗിരി നടു റോഡിലിട്ട് തല്ലി ചതച്ചു. അയാൾക്ക് നല്ല തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അയാളാ ചേച്ചിനെയും ഗിരിയേട്ടനെ വീഡിയോ പുറത്തു വിട്ടത്. അതിന്റെ ദേഷ്യം തന്നെ ആ ഗിരി അയാളോട് തീർത്തത്. ഇനി മഞ്ജുവും ഗിരിയും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? വരുന്നുണ്ടല്ലോ. കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ തല്ലിച്ചപ്പോ നിനക്ക് സമാധാനായോ? ഗിരി ഫ്രാൻസിസ് സാറിനെ തല്ലിയതിന് ഞാൻ എന്ത് ചെയ്യാനാ അമ്മായി? നീ ഒന്നും ചെയ്യാതെയാണല്ലോ നാട്ടിൽ ഈ കഥയൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ നാട്ടിൽ നിന്ന് നിനക്കൊരു നല്ല ആലോചന വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നാട്ടിലെ നിനക്ക് അത്ര ചീത്തപ്പേരുണ്ട്. സാരമില്ല അമ്മായി, എന്തായാലും എനിക്ക് അടുത്തൊന്നും കല്യാണം കഴിക്കണ്ട. നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞാ പിന്നെ കാമുകനായിട്ടുള്ള ഈ കറക്കം നടക്കത്തില്ല. നിങ്ങൾ ഇങ്ങനെ ഇവക്ക് കൊടിയും പിടിച്ചോണ്ടിരുന്നോ മനുഷ്യ? ഇവള് കാരണം മാധവേട്ടനെ കുറിച്ച് ആളുകൾ മോശം പറയുന്നത്. അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ അച്ഛനെ കുറിച്ചല്ലേ? ഞങ്ങൾ സഹിച്ചു. പിന്നെ കല്യാണത്തിന്റെ കാര്യം, ചേച്ചി എപ്പ കല്യാണം കഴിക്കണമെന്ന് ചേച്ചിയാ തീരുമാനിക്കേണ്ടത്. അതില് വേറെ ആരും കേറി ഇടപെടണ്ട. ഇടപെടുന്നില്ല. ഞാനേ ഇവളെ കെട്ടിക്കാന്ന് ശപഥമൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനൊരു കാമുകനുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയണായിരുന്നു. അല്ലാതെ ചെക്കനെയും കൂട്ടരെയും വിളിച്ചു വരുത്തി നാണം കെടുത്തിട്ടല്ല. ഇതിപ്പം അവരുടെ മുമ്പിലെ ഞാൻ നുണ പറഞ്ഞ് കല്യാണം നടത്താൻ ശ്രമിച്ച പോലെ ആയില്ലേ? എനിക്ക് ആരുമായിട്ടും പ്രേമമില്ല. എന്റെ മനസ്സിലിപ്പോ ഈ കുടുംബത്തെ കരകയറ്റണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അയ്യോ, കുടുംബത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സാധു. നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്നേ നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അമ്മായി ഒന്ന് നിർത്ത് പ്ലീസ്. എടി, ഇത് നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാ. സ്വയം ഒരാളെ നേരിടാൻ ധൈര്യമില്ലാതെ ബാക്കിയുള്ളവരെ നിനക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ വിടുന്നത്. മാധവേട്ടനെ ഇവളെ ഗിരിയൊക്കെ നീ അങ്ങനെയാ ഉപയോഗിച്ചിരിക്കുന്നത്. നീ എന്ത് വിചാരിച്ചു? സ്റ്റേഷനിൽ നിന്ന് ഒരു എസ്ഐയെ കൊണ്ടുവന്ന് 2 ഡയലോഗ് അടിപ്പിച്ച ഞാനങ്ങ് പേടിച്ചു പോകുന്നോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല അമ്മായി. നീ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം നീ മനസ്സിലാക്കി വെച്ചോ, മാധവേട്ടൻ ഇല്ലാന്ന് കരുതി നിനക്ക് എന്തും ചെയ്യാന്നൊന്നും കരുതണ്ട. ഇതേ നിന്റെ മാത്രം വീടല്ല, മഹേഷിന് കൂടി ഇതിൽ അവകാശമുണ്ട്. അവൻ പറയുന്നത് വരെ ഞങ്ങൾ ഇവിടെ താമസിക്കും, തെറ്റ് കണ്ട പറയുകയും ചെയ്യും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ നീ ചെയ്യ്. അവള് പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട, മോള് ചെല്ല്. നീ കാണിച്ചത് വെറും മണ്ടത്തരമായി പോയിട്ടോ. ഒരു പോലീസുകാരനെ നീ അടിച്ചത്. ഇത് കേസായാലേ നിന്റെ ആയുസിന്റെ നല്ലൊരു കാലം നീ ജയിലിനകത്താ. എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. നീ കാണിക്കുന്നതിന്റെ പേര് ഗുണ്ടായിസെന്നാ. അതേടാ, ഗുണ്ടായിസം തന്നെയാ. അപ്പൊ എന്നെയും മഞ്ജുവിനെയും ചേർത്ത് കഥകൾ അടിച്ചിറക്കി അവൻ ചെയ്തതിനെ എന്താ വിളിക്കേണ്ടത്? ഓ, എന്റെ ഭാഷയിൽ അതിനെ ചെറ്റത്തരം എന്ന് പറയും. അങ്ങനെയുള്ളവന്മാരോട് പെരുമാറാൻ എനിക്ക് ഒരു വഴിയെ അറിയൂ. എടാ, നീ ചെയ്തോണ്ട് എന്ത് ഗുണമുണ്ടായത്?
അയാൾ ഇതോടെ നന്നായെന്നാണോ നിന്റെ വിചാരം? നീ കാരണം ഈ വിഷയം ഇപ്പൊ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. നീ ഫ്രാൻസിനെ അടിച്ചെന്ന് മഞ്ജുവിന് വേണ്ടിയാന്നാ ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, എനിക്കതൊരു വിഷയമല്ല. ആ, നിനക്കത് വിഷയമൊന്നും ആയിരിക്കില്ല. പക്ഷേ മഞ്ജുവിന്റെ അവസ്ഥ അങ്ങനെ അല്ലടാ. നാട്ടുകാർ പറയുന്ന കഥകൾ കാരണം ആ പാവത്തിന്റെ കല്യാണം മുടങ്ങി. നീ വലിയ ആദർശ പുരുഷനൊക്കെ അല്ലേ, എന്നിട്ടാണോ ഒരു പെണ്ണിന്റെ ഭാവി തകർത്തിട്ട് ഒരു കൂസലില്ലാണ്ടിരിക്കുന്നത്? അതിന് അവളുടെ കല്യാണം മുടക്കിയത് ഞാനല്ലല്ലോ. ആ, നീ നേരിട്ടല്ല ചെയ്തെന്നുള്ളൂ. നിനക്കതിൽ പങ്കില്ലെന്ന് പറയാൻ പറ്റുമോ? എടാ, ഇതേ അവസ്ഥ നിന്റെ പെങ്ങൾക്ക് സംഭവിച്ചിരുന്നെങ്കിലോ? എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് പ്രായച്ചിത്തം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ, കേൾക്കട്ടെ. ആ, നീ അവളുടെ ചെക്കനെ നേരിട്ടൊന്ന് ചെന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കണം. അതിന് നിനക്ക് പോലീസുകാരുള്ള ദേഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ അയക്കൂ. ഇതതിന് പറ്റിയ അവസരമാണ്. അവന്റെ വീട്ടിൽ പോയി പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എടാ, സത്യം പറ, ആ കുട്ടിയുടെ കല്യാണം മുടങ്ങിയതില് നിനക്ക് കുറ്റബോധമില്ലേ? ചെറുതായിട്ട്. ആ, എനിക്കറിയാം പുറത്ത് വലിയ ഷോക്ക് കാണിക്കെങ്കിലും ഉള്ളിൽ നീ വെറും ലോലനാണ്. ആ, നീ ഞാൻ പറയണൊന്ന് കേക്ക്. ദേ, വെറുതെ ഒരു പെണ്ണിന്റെ ശാപം മേടിച്ചു വെക്കല്ലേ. അത് നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ബാധിക്കും. ശരി, ഇപ്പൊ തന്നെ അവനെ പോയി കാണാം. അതിന് ഞാൻ തന്നെ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ അല്ലേ ഐഡിയ. അപ്പൊ നീ കൂടി വരണം. ഞാൻ വന്നിട്ട് അങ്ങോട്ട് നടക്കടാ. അല്ലടാ, ഞാൻ വന്ന ചിലപ്പോൾ അയ്യടാ, എടാ ഞാൻ നിന്നോട് നടക്കാനാ പറഞ്ഞത്. ആ, നിർത്തടാ. നീ വാ. ദേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പ്രശ്നം വഷളാക്കാൻ വന്നതല്ല, പരിഹരിക്കാൻ വന്നതാണ്. ശാന്തനായിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ അവർ ദേഷ്യപ്പെട്ടാലും നമ്മൾ ചിരിച്ചു വേണം സംസാരിക്കാൻ. മനസ്സിലായി? മനസ്സിലായി മനസ്സിലായി. നീ കോളിംഗ് ബെൽ അടിക്ക്. മിസ്റ്റർ നകുലനല്ലേ? അതെ, നിങ്ങളാരാ? ആ, ഞാൻ മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റാ. ഇതെന്റെ കൂട്ടുകാരനാ ഗിരി.